ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവത്തോട് നന്ദി പറയാം. ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഏറ്റവും സുന്ദരമായ ഈ ലോകം നമുക്ക് കാണാൻ ഒരു അവസരം തന്നു. നല്ല ഒരു മാതാപിതാക്കളുടെ ഒരു മകനായി അല്ലെങ്കിൽ മകളായി നമുക്ക് ഈ ലോകത്ത് ജനിക്കാൻ അവസരം തന്നു. എല്ലാത്തിനും ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. നമ്മെ പലർക്കും നമ്മളെ തന്നെ ഇഷ്ടമല്ല. ചിലർ പറയും എനിക്ക് പൊക്കമില്ല, തടിയില്ല, കാണാൻ കൊള്ളില്ല, സുന്ദരിയല്ല, ഞാൻ സുന്ദരനല്ല എന്നൊക്കെ കുറേ കംപ്ലൈൻറ്റ്സ് പറയും. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവം മനുഷ്യനെ അവൻ്റെ പൂർണ്ണതയിലും കൃത്യമായി അവനെ പോലെ ആക്കി. അതുകൊണ്ട് നമ്മളെ തന്നെ അംഗീകരിക്കാനും സ്നേഹിക്കാനുമുള്ള കഴിവ് ദൈവം നമുക്ക് തന്നെ നൽകിയിരിക്കുന്നു എന്ന്. എൻ്റെ ഭാര്യ എപ്പോഴും പറയും, നിങ്ങളുടെ കൈവിരലുകൾ എന്ത് സുന്ദരമാണെന്ന്. നാട്ടിൽ ചെന്നാൽ എനിക്ക് മുണ്ടെടുത്ത് പൊക്കിയെടുത്ത് നടക്കാൻ പറ്റില്ല. കാരണം അവിടെയും എൻ്റെ പാദങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. 12th പഠിക്കുമ്പോൾ എൻ്റെ പൊക്കം ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. ഇബ്രാ കോളേജിൽ പോകുമ്പോൾ എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈല് കണ്ടുപിടിച്ച് അവർക്ക് ആ ട്രെൻഡ് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ നടത്തം കണ്ടിട്ട് ഒരു സാറ് പറഞ്ഞു, നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോയിക്കൂടെ, നല്ല നടത്തമാണല്ലോ എന്ന്. അങ്ങനെ എന്നിലെ ശാന്തത ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, എൻ്റെ വട്ടമുഖം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. കുറച്ചു പേർ എൻ്റെ ചുരുണ്ട തലമുടിയും കണ്ണുവച്ചു, അവർ ആ തലമുടിയും കൊണ്ടുപോയി. ഇപ്പോൾ നിങ്ങൾ മനസ്സിലോർക്കും, സാറേ ഞങ്ങൾ വചനമാണ് കേൾക്കാൻ വന്നത്, അല്ല സാറിൻ്റെ കാര്യങ്ങളല്ല എന്ന്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ലഭിച്ചിരിക്കുന്ന പല സൗഭാഗ്യങ്ങൾ മറ്റുള്ളവരുടെ സ്വപ്നങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഇല്ലാത്തതിനെ ഓർത്തല്ല വിഷമിക്കേണ്ടേ, ഉള്ളതിനെ ഓർത്ത് സന്തോഷിക്കുക. എൻ്റെ സിസ്റ്റർ പറയുമായിരുന്നു, അവൾക്കൊരു രാജ്ഞിയായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവൾ തന്നെ പറഞ്ഞു, എനിക്കൊരു രാജ്ഞിയായി കഴിഞ്ഞാൽ പുറത്തിറങ്ങി ഷോപ്പിങ്ങിന് പോകാൻ പറ്റില്ലല്ലോ എന്ന്. അങ്ങനെ നമ്മൾക്ക് ഈ ലോകത്ത് കിട്ടിയിരിക്കുന്ന നന്മകളെ ഓർത്ത് നമ്മൾ എപ്പോഴും നന്ദി പറയുക. എൻ്റെ ഭാര്യ എപ്പോഴും പറയും, നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളെ എനിക്കറിയാം. എന്നിട്ട് അവൾ തന്നെ പറഞ്ഞു, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. ദൈവം തന്നിരിക്കുന്ന ആ നിങ്ങളുടെ ദേഹത്തെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനും കെയർ ചെയ്യാനും പഠിക്കുക. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്പീച്ചിന് ഒറ്റ ദിവസം കൊണ്ട് 100 മില്യൺ വ്യൂസ് ആണ് കിട്ടിയത്. പഴയ പോലെ തന്നെ ആ മില്യനും എടുത്ത് മാറ്റിയാരെ. ആ സ്പീച്ച് കണ്ടിട്ട് എൻ്റെ ഫാൻസ് അസോസിയേഷൻ മെമ്പേഴ്സ് എന്നെ വിളിച്ചു പറഞ്ഞു, ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകണമെന്ന്. അങ്ങനെ നിർബന്ധിച്ചപ്പോൾ മാത്രമാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ എഴുതി തുടങ്ങിയത്. അപ്പോൾ ഇന്നത്തെ ഈ സ്പീച്ച് ഞാൻ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എല്ലാ സിനിമകളും തുടങ്ങുന്നതിന് മുമ്പ് ഒരു വാർണിംഗ് മെസ്സേജ് ഉണ്ട്. അതുപോലെ ഈ സ്പീച്ചിലുള്ള ക്യാരക്ടേഴ്സും ഡയലോഗ്സും ഒക്കെ ഒറിജിനലാണ്. നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇത്തിരി മസാല കയറ്റിയിട്ടുണ്ടെന്ന് മാത്രമേ. ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക്, അരൂപിയില്ലാത്തൊരു സാറാണ്. അതുകൊണ്ട് എന്തെങ്കിലും അനാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അരൂപിയില്ലാത്ത സാറാന്ന് ഓർത്ത് അങ്ങ് പുറത്ത് കളഞ്ഞേക്കണം. ഇപ്പോൾ സാറ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ സാറിനെ പ്രചോദിപ്പിക്കാൻ വേണ്ടി മുമ്പിലിരിക്കുന്ന കുട്ടികൾ ഒന്ന് കൈയടിച്ച് ഒന്ന് പ്രചോദിപ്പിക്കണം. ഞാൻ ഈ പ്രാവശ്യം നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ അച്ഛനോട് പോയിട്ട് ഒരു കാര്യം ചോദിച്ചു. അമ്മ എന്തായാലും സ്റ്റോറിയിലുണ്ട്, അച്ഛൻ വെറുതെ ഇരിക്കുവാണല്ലോ, എന്നാൽ അച്ഛനെ കൂടി ഈ സ്റ്റോറിയിലേക്ക് കയറ്റാൻ ഓർത്തു. ഞാൻ അങ്ങനെ അച്ഛനോട് പോയി ചോദിച്ചു, അച്ഛനല്ലേ എനിക്ക് റോസിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് തന്നത്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താ മോനെ കുഴപ്പം, എൻ്റെ സെലക്ഷൻ സൂപ്പറല്ലേ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, ഇപ്പോൾ എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞു, റോസിനൊരു സാധനം വേണം, അത് ഏത് കടയിൽ കിട്ടും എന്നറിയാനാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, നിന്റെ കയ്യിൽ കാശില്ലേ? ആ കാശും കൊണ്ട് നീ പോയി ഏതെങ്കിലും കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കുക, അതോ നീ ഉദ്ദേശിക്കുന്നത് ഞാൻ പോയി മേടിച്ചു കൊടുക്കണമെന്നാണോ? നീ എൻ്റെ പിശുക്കത്തരം ഇതുവരെ മാറിയില്ലേ? ഞാൻ പറഞ്ഞു, റോസിന് വേണ്ടത് കെയറിങ്ങും ലവുമാണ്, ഇതേത് കടയിൽ കിട്ടും എനിക്കറിയില്ല എന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ, ഞാൻ പണ്ട് എയർഫോഴ്സിലായിരുന്നതുകൊണ്ടും
പിന്നെ ഗൾഫിൽ ജോലിക്കൊക്കെ പോയതുകൊണ്ട് ഈ വീട്ടിലെ കാര്യങ്ങളും ഷോപ്പിങ്ങും ഒക്കെ നടത്തുന്നത് അമ്മയാണ്. അതുകൊണ്ട് എനിക്കും വലിയ പിടുത്തമില്ല, നമുക്ക് പോയിട്ട് അമ്മയോട് ചോദിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ അമ്മയോട് പോയി ചോദിച്ചു, ഈ കെയറിങ്ങും ലവും ഏത് കടയിൽ നിന്നാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ അമ്മ ഞങ്ങളോട് പറഞ്ഞു തന്നു, ആ രണ്ട് സാധനവും ഒരു കടയിലും കിട്ടില്ല, നീ അത് തേടി നടന്ന് സമയവും കളയവും വേണ്ട, അത് നിന്റെ കയ്യിൽ തന്നെയുണ്ട്, അത് നീ അത് കൊടുത്താൽ മതിയെന്ന്. അമ്മ പറഞ്ഞു, കെയറിങ്ങും ലവും ഒരു നാണയത്തിന്റെ രണ്ട് മുഖങ്ങളാണ്. ഇന്നത്തെ സ്പീച്ചിൽ പറയാൻ പോകുന്നത് അമ്മ പറഞ്ഞതെന്ന എനിക്കും എന്നെ പോലെ ഒത്തിരി ഭർത്താക്കന്മാർക്കും അറിയില്ലാത്ത ആ സീക്രറ്റ്സ് ആണ്. ബൈബിളിൽ വിശുദ്ധ പത്രോസിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ വാക്കുകൾ കൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിപ്പിക്കാൻ ഭാര്യമാർക്ക് കഴിയും. ഭർത്താക്കന്മാർ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുക. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യം അവകാശം നിലനിൽ അവളോട് ബഹുമാനം കാണിക്കുക. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കട്ടെ. കഴിഞ്ഞ ദിവസം എൻ്റെ കസിൻ ബ്രദറിൻ്റെ വൈഫ് എൻ്റെ സ്പീച്ച് കണ്ടിട്ട് ഒരു മെസ്സേജ് ഇട്ടു, നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് കല്യാണം കഴിച്ചത് എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചു, പക്ഷെ ഒരു ഭർത്താവ് എന്ന നിലയിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല. അതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് വല്ലോ അച്ഛനാകാൻ പോയിക്കൂടെയെന്ന്. എൻ്റെ സ്പീച്ച് കേട്ടിട്ട് എൻ്റെ ഭാര്യയും എന്നെ ഫോൺ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ നല്ല രീതിയിൽ ഒരു ഭർത്താവായിട്ട്, നല്ല രീതിയിലുള്ള ഭർത്താവായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്പീച്ചിൽ 23 മിനിറ്റ് തൊട്ട് അവസാനം വരെയുള്ള ഭാഗം നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കിയാൽ നിങ്ങൾക്ക് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ പേച്ച് ഞാനേ കേൾക്കാൻ മാട്ടേ. ഭാര്യയ്ക്ക് തമിഴ് അറിയില്ലാത്തതുകൊണ്ട് എന്നോട് വീട്ടിൽ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ സ്പീച്ച് ഞാൻ ഒരിക്കലും കേൾക്കാറില്ല എന്ന്. എല്ലാ ആണുങ്ങളുടെ കാര്യവും ഇതുപോലെയൊക്കെ തന്നെയാണ്. കല്യാണം കഴിക്കും, പക്ഷേ കൊണ്ടു നടക്കാൻ അറിയില്ല. അത് ആണുങ്ങളുടെ തെറ്റല്ല എന്നുകൂടി ഭാര്യമാർ മനസ്സിലാക്കിയിരിക്കണം. 30 വയസ്സ് കഴിഞ്ഞ് പഠിക്കാനായി ഒരു പുതിയ ബുക്ക് കിട്ടുമ്പോൾ അത് വായിച്ചു തുടങ്ങുമ്പോൾ ജീവിതത്തിൽ ഇതുവരെ കണ്ടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ അവൻ ഈ ബുക്കിലൂടെ അറിയാൻ ശ്രമിക്കുന്നു. നമ്മൾ പുരുഷന്മാർ എത്രയും പെട്ടെന്ന് പഠിച്ച് ജോലി കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ട്. ആ പ്രാരാബ്ദങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റിൽ ആകുമ്പോഴാണ് അവൻ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് വരെ. എല്ലാവരും കല്യാണം കഴിക്കുന്നു, ഞാനും കല്യാണം കഴിക്കുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അവൻ മനസ്സിലാക്കുന്നത് അവൻ്റെ ആണിലെ പോലെയല്ല പെണ്ണുങ്ങളുടെ മനസ്സിൻ്റെ കൺസ്ട്രക്ഷൻ, പല കാര്യങ്ങളും എന്ന് അവൻ മനസ്സിലാക്കുന്നു. ഒരിക്കൽ ഞാനൊരു സ്വപ്നം കണ്ടു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കല്യാണം കഴിക്കാത്ത ഒരു ചേച്ചി മരിച്ച് പള്ളിയിൽ കിടക്കുകയാണ്. അപ്പോൾ അവരുടെ ബോഡി എടുക്കാൻ വേണ്ടി അച്ഛൻ പറഞ്ഞു, ആരെങ്കിലും ബ്ലഡ് റിലേറ്റീവ്സ് വന്ന് ബോഡി എടുക്കാൻ. അപ്പോൾ അവരുടെ ബ്രദേഴ്സിനെ നോക്കിയപ്പോൾ അവിടെ കണ്ടില്ല. അന്ന് ഞാൻ തീരുമാനിച്ചു, മരിച്ചു കിടക്കുമ്പോൾ എനിക്ക് മനുഷ്യ എന്നെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോയല്ലോ എന്ന് നെഞ്ചത്തടിച്ച് കരയാൻ വേണ്ടി എനിക്കും ഒരാൾ വേണം എന്ന്. അച്ഛൻ ബോഡി എടുത്തോ എന്ന് പറയുമ്പോൾ എൻ്റെ തലമുറയിൽപ്പെട്ട ഒരാളെങ്കിലും എനിക്കുണ്ടാവണമെന്ന് ഞാൻ വിചാരിച്ചു. അന്നാണ് ഞാനും കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ പലർക്കും പല കഥകളും പറയാനുണ്ടാവും. എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നീ വായിച്ചിട്ടില്ലേ ഈ വാക്യം? ഒരുവൻ വിവാഹം എന്ന കുദാശ വഴി അവൻ്റെ അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ച് ഭാര്യയോട് ചേർന്ന് ഒറ്റ ശരീരമായി തീരുന്നു. അതുപോലെ നീ ഞങ്ങളെ വിട്ട് ദൈവം തന്നിരിക്കുന്ന തുണയായ റോസിനെ കെയർ ചെയ്ത്, എന്ന് വെച്ചാൽ അവളെ ജീവിത തുല്യം ആയിട്ട് സ്നേഹിച്ച് ഒരിക്കലും തനിച്ചാക്കാതെ ഏത് കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്ത് ജീവിക്കുക. വീട്ടിലെ ജോലിക്കാര്യങ്ങൾ പങ്കുചേർന്ന് തട്ടിയും മുട്ടിയും ആയിട്ട് ഇത്തിരി സ്നേഹമൊക്കെ അഭിനയിച്ച് നടക്കുക എന്ന്. പിന്നെ നീ ഒട്ടും ചെയ്യാത്ത ഒരു കാര്യം, ഏത് പെണ്ണ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അതെന്താണ്? അമ്മ പറഞ്ഞു, അഭിനന്ദനം, കോംപ്ലിമെന്റ്സ്. അതെ,
അപ്പോൾ ഞാൻ ചോദിച്ചു, നല്ലതിനെയല്ലേ നമുക്ക് നല്ലത് എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, നീ നിന്റെ അച്ഛനെ കണ്ടുപിടിക്കണം. എന്തുണ്ടാക്കി കൊടുത്താലും സൂപ്പർ സൂപ്പർ എന്നല്ലേ പറയുള്ളൂ. ഞാൻ പറഞ്ഞു, സൂപ്പർ സൂപ്പർ എന്ന് പറയുന്നത് കൊണ്ട് ടാക്സും വാറ്റും ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറയുന്നതെന്ന്. ഞാൻ പറഞ്ഞു, എന്നാൽ ശരി, ഞാൻ ഇന്നു മുതൽ സൂപ്പർ സൂപ്പർ എന്ന് റോസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയാമെന്ന്. അമ്മ പറഞ്ഞു, എഫെസ്യർക്കുള്ള സുവിശേഷത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. ഭർത്താക്കന്മാർ സ്വന്തം ഭാര്യയെ സ്വന്തം ശരീരം പോലെ സ്നേഹിക്കേണ്ടതാകുന്നു എന്ന് നീ കേട്ടിട്ടില്ലേ എന്ന്. ഇടയ്ക്ക് നീ നിന്റെ ഭാര്യയുമായിട്ട് അകന്നിരിക്കുമ്പോൾ ഇടയ്ക്കൊരു നല്ല മെസ്സേജ് എഴുതുക, നീ എൻ്റെ ജീവന്റെ ജീവനാണ്, നീ ഇല്ലാത്ത ഒരു നിമിഷം പോലെ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ എന്നൊക്കെ. അപ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് ചോദിച്ചു, നീ പണ്ട് കോളേജിൽ പോയി നടന്നപ്പോൾ നീ എന്തെടുക്കുമായിരുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കോളേജിൽ പോയത് പഠിക്കാനല്ലേ, അല്ലാതെ ഇതൊന്നും പഠിക്കാനല്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ ഷാറൂഖ് ഖാൻ കേരളത്തിൽ വന്നപ്പോൾ എല്ലാ നടിമാരുടെ അടുത്ത് പോയി എല്ലാവർക്കും ഉമ്മ കൊടുത്തു, ആർക്കും ഒരു കംപ്ലൈന്റ് ഇല്ല. പക്ഷെ നമ്മൾ ഒന്ന് ഉമ്മ കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും മുഖത്തിൻ്റെ. എന്തുകൊണ്ടാണ് ഷാറൂഖ് ഖാൻ എൻ്റെ ഉമ്മയും നമ്മുടെ ഉമ്മയും തമ്മിലുള്ള വ്യത്യാസം? ഷാറൂഖ് ഖാൻ ഒരു റൊമാൻറ്റിക് ഹീറോയാണ്. ഷാറൂഖ് ഖാൻ കാലൊക്കെ ചരിച്ച് ഇങ്ങനെ കയ്യങ്ങടുത്ത് പൊക്കി നിന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പൊന്ന് സാറേ, നമ്മളെ തന്നെ മറന്നു പോകുന്നു. ശരിയാണ്, അമ്മ പറഞ്ഞു തന്നു, എപ്പോഴും നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഐ ലവ് യു എന്നൊക്കെ പറയണം എന്ന്, അതുപോലെ അഭിനയിച്ച് കാണിക്കണമെന്ന്. ഞാൻ ചോദിച്ചു, ഐ ലവ് യു ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയോ എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, നീ അഭിനയിക്കുക, നീ പേടിക്കണ്ട, നീ അഭിനയിക്കുക. പിൽക്കാലത്ത് ഈ അഭിനയം ഒരു റിയാലിറ്റിയായി മാറും. കുറച്ചു കാലം കഴിയുമ്പോൾ നിനക്ക് തന്നെ മനസ്സിലാവും, നിനക്ക് തന്നെ അറിയില്ല എന്താണ് നിനക്ക് സംഭവിച്ചതെന്ന്. നീ അറിയാതെ നിനക്ക് വീട്ടുപിരിയാത്ത വിധത്തിലുള്ള ഒരു സ്നേഹം നിനക്ക് ഭാര്യയോടുണ്ടാകും. അതാണ് മാജിക് ഓഫ് ലവ് എന്ന്. അമ്മ പറഞ്ഞു, ഇതാ അടുത്ത സീക്രറ്റ്സ് ഞാൻ പറയാൻ പോകുന്നു. നീ ചെയ്യാത്തതും ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുന്നതുമായി. ഉൽപ്പത്തി പുസ്തകത്തിൽ 21 അധ്യായത്തിൽ 2-ാം അധ്യായത്തിൽ പറയുന്നു, ലിസൺ ടു യുവർ വൈഫ്. നീ നിന്റെ ഭാര്യയെ ജീവിതത്തിൽ കേൾക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പണ്ടൊരു പ്രീ മാരേജ് കോഴ്സിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഒരു പെൺകൊച്ച് സ്റ്റേജിൽ കയറി പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. രാത്രിയിൽ ഞാൻ ഭർത്താവിനോട് വിശേഷങ്ങൾ പറയുമ്പോൾ ഭർത്താവ് ഉറങ്ങിപ്പോയാൽ പോലും ഇടയ്ക്കിടയ്ക്ക് ആ ശരി അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും പറയണം. അതോടൊപ്പം തന്നെ ഞങ്ങളെ അല്ലെങ്കിൽ ഭാര്യമാരെ വഴക്ക് പറയരുത്. വഴക്ക് പറഞ്ഞു, പക്ഷേ അമ്മായിയമ്മയുടെ മുമ്പിൽ വെച്ച് വഴക്ക് പറയരുത് എന്ന്. അപ്പോൾ അമ്മ ചോദിച്ചു, നീ കോഴ്സിന് പോയിട്ട് ഇതൊന്നും കേട്ടിട്ടില്ലേ എന്ന്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് 2 ചെവിയുള്ളതുകൊണ്ട് ഒരു ചെവിക്കടെ കേട്ടു, മറു ചെവിക്കടെ ഞാൻ വിട്ടു എന്ന്. അമ്മ വീണ്ടും പറഞ്ഞു, നീ കണ്ടിട്ടില്ലേ പല കാര്യങ്ങളിലോടും നീ ഭാര്യയോട് അഭിപ്രായം ചോദിക്കുന്നില്ല എന്ന്. അമ്മ പറഞ്ഞു, ഞങ്ങളോട് അഭിപ്രായം ചോദിക്കുന്നത് പോലെ തന്നെ നീ നിന്റെ ഭാര്യയോട് അഭിപ്രായങ്ങൾ ചോദിക്കണമെന്ന്. അമ്മ പറഞ്ഞ 5-ാമത്തെ സീക്രട്ട് അമ്മ പറഞ്ഞു, എനിക്കറിയാം നീ നല്ല പിശുക്കനാണ്, നീ ഒട്ടും പൈസ സ്പെൻഡ് ചെയ്യില്ലാത്ത ഒരാൾ ആണെന്ന് എനിക്കറിയാം, എന്നാലും നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ പൈസ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ. ഒരിക്കൽ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ക്രിസ്മസ് ആണ്, അതുകൊണ്ട് ക്രിസ്മസ് എൻ്റെ കൊളീഗ് ഉണ്ട്, ആ കൊളീഗിന് എനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ എൻ്റെ തലയിൽ ചിന്തിച്ചു, ഞാൻ 1000 രൂപ കൊടുത്താൽ അവൾ പറയും അന്തസ്സ് കുറഞ്ഞു പോയത്. ഒരു 2000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവൾ 1000 രൂപയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും, ബാക്കി 1000 രൂപയ്ക്ക് അവൾ ഫുഡ് അടിക്കും. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇത്തിരി ബുദ്ധി തന്നെ, ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തേക്കാൻ വേണ്ടി ബുദ്ധി തരണേ. അപ്പോൾ ദാനശീലനായ ദൈവം എനിക്ക് ഇത്തിരി ബുദ്ധി പറഞ്ഞു തന്നു. ഞാൻ ഭാര്യയോട് പറഞ്ഞു, നീ എന്തിനാണ് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്നത്? നീ നിന്റെ ഒരു ദിവസം അദ്ദേഹത്തിന് കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ കൂടെ ഷോപ്പിംഗ്, പാർക്ക്, സിനിമ, ബീച്ച്, അവിടെയൊക്കെ കൂടെ പോവുക. അപ്പോൾ അവൾ എന്നോട് ചൂടായി,
ഇതെന്താണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ നിന്റെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു കഴിയുമ്പോൾ അവന് മനസ്സിലാവും അവൻ്റെ ഭാര്യ എത്രയോ നല്ലതാണ് എന്ന്. അതോടൊപ്പം അവനെ നീ എന്നെയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിനക്ക് മനസ്സിലാവും നിന്റെ ഹസ്ബൻഡ് എത്രയോ മഹത്വമുള്ള വ്യക്തിയാണെന്ന്. അപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, ഇതൊരു വല്ലാത്ത ഗിഫ്റ്റായിപ്പോയി. വെറുതെ അല്ല നിങ്ങളുടെയൊക്കെ മുടി കൊഴിഞ്ഞു പോകുന്നത്, തലയിൽ ഇങ്ങനെ കുത്തി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. അമ്മ പറഞ്ഞു, നീ ചെയ്തത് തെറ്റാണ്. ഇടയ്ക്ക് നീ നിന്റെ ഭാര്യയെ കൊണ്ട് 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി നല്ല ലഞ്ചും അതോടൊപ്പം തന്നെ പിള്ളേരെയൊക്കെ കൊണ്ട് സിനിമയൊക്കെ കാണിക്കണം. ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം എന്ന്. ഇതൊക്കെ അവളോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് എന്നാണ് പറയുന്നത്. അമ്മ പറഞ്ഞു, മോനെ, ദൈവം എപ്പോഴും കൂട്ടിച്ചേർത്തിരിക്കുന്ന ഓരോ പേഴ്സണാലിറ്റി ഉള്ളവരെയല്ല. പുറമെ നിന്ന് നോക്കുമ്പോൾ അവർക്ക് ഒരു മാച്ചും ഇല്ല. പക്ഷേ അവരൊരു പെയറായി കഴിയുമ്പോൾ ജീവിത വിജയം അവർക്കുള്ളതാണ്. കാപ്പി ഉണ്ടാക്കാൻ അറിയില്ലാത്തവർ കാപ്പി ഉണ്ടാക്കുന്നത് പോലെയാണ് മാരേജ് ലൈഫ് എന്ന് ഏതോ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ കടുപ്പം കൂടുതലായി പോവും, ചിലപ്പോൾ കടുപ്പം കുറഞ്ഞു പോവും. പക്ഷേ ഒരു ദിവസം അതെല്ലാം ജീവിതത്തിൽ പാകത്തിനായി തീരും. ആ പാകം മനസ്സിലാക്കിയാൽ പിന്നെ ജീവിക്കാൻ വളരെ എളുപ്പമാണ് എന്ന്. എവറസ്റ്റ് കൊടുമുടി ആദ്യമായി കീഴടക്കിയത് 2 പേരാണ്. പക്ഷേ അവർ ഇതുവരെ മരിക്കുന്നത് വരെ അവരൊരു സത്യം പുറത്തുവിട്ടില്ല, ആരാണ് ആദ്യം എവറസ്റ്റിൽ കാലുകുത്തിയത് എന്ന്. അതാണ് പാർട്ട്ണർഷിപ്പ്. ഞാൻ പറഞ്ഞു, അമ്മേ മതി, ഒത്തിരി കാര്യങ്ങൾ ഒറ്റയടിക്ക് എനിക്ക് പറഞ്ഞു തന്നാൽ എനിക്ക് തലയിലിരിക്കില്ല. ഇതൊരു TV സീരിയൽ പോലെ എപ്പിസോഡ് പോലെ പറഞ്ഞു തന്നാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നു. ആ സിനിമയുടെ പേര് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്നാണ്. ആ സിനിമയിൽ ഒരു ഭർത്താവും ഭാര്യയും 2 പേരും അവരുടെ ലോകത്തായി ജീവിക്കുന്നു. ഒരിക്കൽ ഭർത്താവ് പള്ളിയിൽ വച്ച് നല്ലപോലെ ഡ്രസ്സ് ചെയ്ത് പോകുന്ന ഒരു നല്ല പെർഫ്യൂമിൻ്റെ സ്മെല്ലൊക്കെ അവന് കിട്ടി. അപ്പോൾ അതുപോലെ പോകുന്ന ഒരു പെണ്ണിനെ പുറകിൽ നിന്ന് കാണുമ്പോഴാണ് ഇത് അവൻ്റെ സർവത്തിനോട് അവൻ ചോദിക്കുന്നത്, ഇതാരാണ്, ഞാൻ ഇതുവരെ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ലല്ലോ എന്ന്. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ അതൊരു മൂന്നാമത്തെ കണ്ണിലൂടെ നമുക്ക് കാണാൻ കഴിയണം. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യവും ഗുണങ്ങളും തിരിച്ചറിയണമെങ്കിൽ ഭർത്താവ് മൂന്നാമനായി ഒബ്സർവ് ചെയ്യണം. സ്വന്തം ഭാര്യയുടെ ഗുണങ്ങൾ പല പുരുഷന്മാർ പറഞ്ഞറിയുമ്പോഴാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കരിക്കട്ടയല്ല സ്വർണ്ണക്കട്ടയാണെന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് സ്വന്തം ഭാര്യമാർ വൃത്തിയായിട്ട് ഡ്രസ്സ് ധരിക്കണം. എൻ്റെ അച്ഛൻ എപ്പോഴും പറയും, ഡ്രസ് ഫോർ അതേഴ്സ്. ഒരു ഭർത്താവ് പറയുന്നു നിങ്ങളുടെ ഡ്രസ്സ് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതിലെന്തോ മിസ്റ്റേക്ക് കണ്ടിട്ടായിരിക്കണം അദ്ദേഹം അത് പറയുന്നത്. അപ്പോൾ അത് അനുസരിക്കുക. പത്രോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, നിന്റെ സൗന്ദര്യം മെടഞ്ഞ മുടി, സ്വർണ്ണാഭരണങ്ങൾ, നല്ല വസ്ത്രങ്ങൾ എന്നിവ പോലുള്ള ബാഹ്യ അലങ്കാരങ്ങളിലല്ല, പകരം നിങ്ങളുടെ ആന്തരിക സൗന്ദര്യവും സൗമ്യവും ശാന്തമായ ആത്മാവിൻ്റെ മങ്ങാത്ത സൗന്ദര്യവും ആയിരിക്കണം എന്ന്. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഭർത്താവിൻ്റെ താല്പര്യങ്ങൾ മനസ്സിലാക്കി അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ആണ് ഭാര്യയ്ക്ക് സഹായമായ ചില കുറുക്ക് വഴികളെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഭർത്താക്കന്മാർ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ അവനൊരു സഹായിയെ വേണം. സഹായിക്കുന്നതും അപമാനിക്കുന്നതുമായ ഒരു ഭാര്യയല്ല അവന് ആവശ്യം. മറ്റുള്ളവരോട് പരാതിപ്പെടുന്നതും അവനെ നിയന്ത്രിക്കുന്നതുമായ ഒരു ഭാര്യയല്ല അവന് ആവശ്യം. പകരം അവനൊരു കൂട്ടാളിയും പങ്കാളിയുമായ ഒരു ഭാര്യയാണ് ആവശ്യം. നിങ്ങളുടെ ഭർത്താവിനെ ഒത്തിരി കാര്യങ്ങളിൽ വിടവുകളുണ്ട്. ദൈവം പറഞ്ഞു, സ്ത്രീകളെ, മനുഷ്യന് സഹായം ആവശ്യമാണ്. ഒരു സഹായിയായി ഞാൻ നിന്നെ അവന് നൽകി. ശരിക്കും പറഞ്ഞാൽ വ്യത്യസ്ത കരയിൽ കിടക്കുന്ന 2 കല്ലുകൾ ഒരു പുഴയിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. പുഴയിലെ ഒഴുക്കിൽപ്പെട്ട് ആ കല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടി അവസാനം അത് കടലിൽ ചെന്ന് ചേരുന്നു. ആ കടലിൽ ചെന്ന് ചേരുമ്പോൾ ആ കല്ലുകൾ വെള്ളാരം കല്ലുകൾ പോലെ ഒരുമിച്ച് കിടക്കുന്നത് കാണാം. ആ കല്ലുകൾക്ക് കൂർത്ത മുനകളുണ്ടായിരുന്നു, പക്ഷേ ആ കല്ലുകൾക്ക് ഇപ്പോൾ കൂർത്ത മുനകളില്ല. ആ കൂർത്ത മുനകൾ എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ഈഗോ, വാശി, അഹങ്കാരം എല്ലാമാണ്. പക്ഷെ ഇതെല്ലാം
ആ ഒഴുക്കിൽപ്പെട്ട് അത് നശിച്ചു പോയി. ഇതിനല്ല ഒരു രണ്ട് വെള്ളാരങ്ങളായി മാറിയിരിക്കുന്നു. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയിൽ നിന്ന് അവളുടെ കാഴ്ചപ്പാടുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ പരാജയങ്ങൾ, തെറ്റുകളെയോ കുറിച്ചുള്ള നിങ്ങളുടെ വിമർശനങ്ങൾ അവന് ആവശ്യമില്ല. ഒരു ഭർത്താവ് ഭാര്യയെ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു പുരുഷന് എത്രയും ആത്മവിശ്വാസമുണ്ടെങ്കിൽ പോലും പുരുഷന്മാർ സ്വയം സംശയിക്കുന്നവരാണ്. അവർക്ക് പിന്തുണയും പ്രോത്സാഹനവും വേണം. ഒരു സിനിമയിൽ പറയുന്നുണ്ട്, സ്ത്രീകൾക്ക് നമ്മളെ കൊണ്ടല്ല ആവശ്യം, നമുക്ക് അവരെ കൊണ്ടാണ് ആവശ്യം. അവർക്ക് തന്നെ ജീവിക്കാൻ പറ്റും, പക്ഷേ നമ്മൾക്ക് അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന്. ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്നത് തന്നെ വിശ്വസിക്കുകയും സന്തോഷിപ്പിക്കുകയും തൻ്റെ ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയാണ്. എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച് അതിന് പരിഹാരമായി അവൾ മാറണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ആണും പെണ്ണും തമ്മിലുള്ള ഡിഫറൻസ് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ദൈവത്തിന് അറിയാം. പക്ഷേ സ്നേഹത്തോടെയും വിനയത്തോടെയും കൂടി പ്രവർത്തിക്കാനുള്ള ശക്തി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ ശക്തി നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നല്ലൊരു ഭർത്താവും ഭാര്യയുമായി കഴിയുമെന്ന് ഞാൻ ആശംസിക്കുന്നു.